കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിന് തീ പിടിച്ചു. ബസ് നിർത്തി. ഇനി നടക്കാൻ പോകുന്നതാണ് ടീം വർക്ക്. ഇതാണ് ലിറ്ററസി, ഇതാണ് കേരള സാർ. വെള്ളം ഒന്നും എടുത്തോണ്ട് വന്ന ആരും ഒഴിക്കാൻ ശ്രമിച്ചൊന്നുമില്ല. 5 ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് അവിടെ വന്നത്. അവർക്ക് പരസ്പരം അറിയത്തുപോലുമില്ല അവിടെ രക്ഷിക്കാൻ വന്ന ആളുകൾക്ക്. ഇതാണ് ടീം വർക്ക്. ഒരുത്തൻ വന്ന് ഡോർ തല്ലി പൊളിച്ച് അതിന്റെ അകത്തുള്ള ആൾക്കാരെ പുറത്തിറക്കി, ബാക്കിയുള്ള ആളുകൾ അതിന്റെ കൂട്ടത്തിൽ കൂടി ഒരു സൈഡിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നു. ഒരു 5 ചേട്ടന്മാർ 5 ഫയർ എക്സ്റ്റിംഗ്വിഷറായിട്ട് വന്നിട്ട് അതിനകത്ത് തീ കെടുത്തുന്നു. നമ്മുടെ കേരളത്തിലെ സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ കുറെ അവന്മാർ പടച്ചു വിടുന്നുണ്ട് ഇവിടുത്തെ സ്റ്റോറി ഇങ്ങനെ അല്ല എന്നും പറഞ്ഞു. പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്, കേരള സ്റ്റോറി 2. ചത്താലും ബീഫ് തിന്നില്ലെന്ന് പറയുന്ന പെൺകുട്ടി, പൊറോട്ടയും കൂട്ടി അവൾക്ക് ബീഫ് കൊടുക്കണേ, അവള് തിന്നോണ്ട് പോകും. ബീഫ് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവള് തിന്നുന്നത്? നമ്മുടെ കേരളത്തെ പറ്റി പറയുന്ന ഈ ബെടല ക്രാപ്പന്മാർക്ക് അവര് കേരളം കണ്ടിട്ട് പോലും അറിയത്തില്ല. അവന്മാർക്ക് ആകെ കൂടി കേരളത്തെ പറ്റി അറിയാവുന്നത് പുഴയുണ്ട്, തെങ്ങുണ്ട്, മലയുണ്ട്, ഇത് മാത്രമാണ്. അല്ലാതെ വേറൊരു കിണയവന്മാർക്ക് അറിയത്തില്ല. ഒരു നാടിനെ കംപ്ലീറ്റ് അവമാനിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് പടച്ചു വിടുകയാണ്. നിങ്ങളിപ്പോ ഈ കണ്ട വീഡിയോയിൽ ആരും മതം ചോദിച്ചിട്ടില്ല. അവനകത്ത് മുസ്ലിംസ് ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, ഹിന്ദുക്കൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. രക്ഷിക്കാൻ വന്ന ഒരുത്തൻ പോലും നീ മുസ്ലിം ആണോ എങ്കിൽ മാത്രമേ നിന്നെ രക്ഷിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഫസ്റ്റ് മതം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ മറ്റേ സർട്ടിഫിക്കറ്റിനകത്തുള്ള മതം. എല്ലാ നാട്ടിലുള്ള പോലെ കുറെ വിഷങ്ങൾ ഇവിടെയും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് എല്ലായിടത്തും ഉണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല ഉള്ളത്. അതിന്റെ പേരിൽ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ മൂവി ഇവന്മാരുടെയൊക്കെ പെടലിക്കിട്ടാണ് ആദ്യം എടുക്കുന്നത്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി പറയുന്ന പോലെ ആടുന്ന ഒരു കോണാത്തിലെ സെൻസർ പോകും.